ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ബില്ല് അയച്ചേക്കുമെന്നും സൂചനയുണ്ട്. രാജ്യത്തെ എല്ലാ നിയമസഭകളിലെയും സ്പീക്കർമാരുടെ സമ്മേളനം വിളിക്കും. രാഷ്ട്രീയ പാർട്ടികളുമായി JPC ചർച്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുന്ന ആശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രൂപീകരിച്ചിരുന്നു. സമിതി സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ചു. വൈകാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. ശൈത്യകാല സമ്മേളനത്തിലോ ബജറ്റ് സമ്മേളനത്തിലോ ബിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചകളും അഭിപ്രായ രൂപീകരണവും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അഥവാ JPCയുടെ ഭാഗമായി നടക്കും. നിയമസഭയുടെയും പാർലമെന്റിന്റെയും കാലാവധി സംബന്ധിച്ച ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത് നിയമം നടപ്പാക്കുന്നതിന് അനിവാര്യമാണ്. നിയമസഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന 172-ാം അനുച്ഛേദവും പാർലമെന്റിന്റെ കാലാവധി നിശ്ചയിക്കുന്ന 83-ാം അനുച്ഛേദവും ഭേദഗതി ചെയ്യേണ്ടി വരും. രാജ്യത്തെ എല്ലാ നിയമസഭകളിലെയും സ്പീക്കർമാരുടെ സമ്മേളനം വിളിച്ചായിരിക്കും ബിൽ സംബന്ധിച്ച വിശദീകരണം നൽകുക. ആദ്യഘട്ടത്തിൽ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തും. തുടർന്നുള്ള ഘട്ടങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയവയും ഒരേ സമയം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമം. നാഷണൽ ഡെസ്ക്, ജനം.